ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നല്ലൊരു ഡോൾ, അതും ഒരു ബ്രൈഡൽ ഡോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ട സാധനമാണ് ഈ ലിസ്റ്റിൽ കാണുന്നത്. നമുക്ക് ആദ്യമായി പ്ലാസ്റ്റിക്കിൻ്റെ ആ ടോപ്പ് ഭാഗം പകുതി ഭാഗമായി കട്ട് ചെയ്യാം. മുഴുവനായി കട്ട് ചെയ്യുന്നില്ല, പകുതി ഭാഗമായി കട്ട് ചെയ്തെടുക്കാം. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി മുഖം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ അടക്കാത്തോട് ലെവലായി കട്ട് ചെയ്തു. അതിനുശേഷം മുടിക്ക് വേണ്ടി ഇതുപോലെ അടക്ക ചെപ്പിൻ്റെ ആ ചകിരി ഞാൻ സൈഡിലായി ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷമാണ് മോൾഡിറ്റ് ക്ലേ ഉപയോഗിച്ചു. മോൾഡിറ്റ് ക്ലേയുടെ ഉപയോഗം ഞാൻ മുമ്പ് പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. മുഖം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിതിന് മോൾഡിറ്റ് ക്ലേ ഉപയോഗിക്കുന്നത്. ആ അടക്ക തോടിൻ്റെ ഉള്ളിലുള്ള ആ ഗ്യാപ്പിലേക്ക് മുഖത്തിന് കണക്കായി റൗണ്ടായി ഷേപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മൂക്ക്, കണ്ണ്, ചെവി ഇവയെല്ലാം ഇതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തു. ഇതുപോലെ എന്തെങ്കിലും ടൂളുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വരച്ചെടുത്താലും മതി. ഞാൻ ഇതുപോലെ ഓരോന്നായി ഷേപ്പ് ചെയ്തെടുത്തു. മുടി ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഫെവിബോണ്ട് ഉപയോഗിച്ചു. ഫെവിബോണ്ട് ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ചെടുക്കാം. മുൻപിലും പുറകുവശത്തുമായി എല്ലാം ഞാൻ ഈ ചെറിയ ചകിരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടക്കാച്ചെപ്പിൻ്റെ ചകിരി തന്നെയാണത്. ഇനി കൈകൾക്ക് വേണ്ടി ഞാൻ റീൽ നൂലിൻ്റെ ഒഴിഞ്ഞ ഭാഗം, റീൽ നൂല് കഴിഞ്ഞാലുള്ള ആ ഭാഗമെടുത്ത് ഇതുപോലെ മോൾഡിറ്റ് ക്ലേ വിരലുകളും ആ കൈപ്പത്തി അതുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തു കൊടുത്തു. വിരലുകൾ ചെയ്തു കൊടുക്കാം. കൈപ്പത്തി മാത്രമേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അങ്ങനെ രണ്ടും ഉണ്ടാക്കി വെച്ചു. ഇനി ഫിഗറിന് വേണ്ടി ഇതുപോലെ മോൾഡിറ്റ് ക്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽ റെഡിയാക്കി കൊടുത്തു. ഒരു വേസ്റ്റ് തുണി അതിന് മുകളിലേക്ക് ചുറ്റി കൊടുത്തു. ഫെവിബോണ്ട് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തുണി, നല്ല ഡിസൈൻ തുണി എന്തെങ്കിലും വേസ്റ്റ് ആയതുണ്ടെങ്കിൽ അത് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാകും. ഇത് ഞാനൊരു റെഡ് കളറിലുള്ള തുണിയാണ് ഇതിനൊട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം ഒരു ഫ്രോക്കിൻ്റെ രീതിയിലേക്ക് വരാൻ വേണ്ടി ഇതുപോലെ ആ തുണിയുടെ ഉള്ളിലൂടെ സൂചി കടത്തിവിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സൂചി ഉള്ളിലേക്ക് കടത്തി ഒരു ഞൊറി പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. തയ്യൽ അറിയാവുന്നവർക്ക് നന്നായി ചെയ്തെടുക്കാൻ പറ്റും. ഇത് സിമ്പിളാണ്. സൂചി ഇതുപോലെ ഉള്ളിലേക്കെടുത്ത് ഇതുപോലെ ഒരു ഫ്രോക്കിൻ്റെ രീതിയിൽ, ഒരു സ്കേർട്ടിൻ്റെ രൂപത്തിൽ ഞാനിത് ആക്കിയെടുത്തു. ഇത് എൻ്റെ പുറകിലായി ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആ നൂലിനെ ഉപയോഗിച്ച് ഞാൻ കെട്ടിക്കൊടുത്തു. ഇതിൻ്റെ മുകളിലുള്ള ആ ബ്ലൗസിൻ്റെ ഭാഗത്തിനേക്കായി ഇതുപോലൊരു പച്ച തുണിയാണ് ഒട്ടിച്ചു കൊടുത്തത്. അതുപോലെ കൈകൾക്ക് രണ്ടും റെഡ് കളറിലുള്ള പീസ് തന്നെ ഒട്ടിച്ചു കൊടുത്തു. ഇനി മുഖത്തിലേക്ക് ഞാൻ പെയിൻറ്റ് ചെയ്തു. മുഖത്തിന് പെയിൻറ്റ് ചെയ്യാം. കണ്ണ്, പുരികം, മൂക്ക്, ചുണ്ടുകളെല്ലാം പെയിൻറ്റ് ചെയ്ത അക്രിലിക് പെയിൻ്റാണ് ഞാനിത് ഉപയോഗിച്ചത്. മുടിക്ക് ബ്ലാക്ക് കളറ്, അങ്ങനെ ഓരോന്നും ചെയ്ത് ഫിനിഷാക്കി. മുഖം ഏതാണ്ട് റെഡിയായി. ഒരു കമ്മലും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫിറ്റാക്കണം. അതിന് ഞാൻ മോൾഡിറ്റ് ക്ലേ തന്നെയാണ് ഉപയോഗിച്ചത്. ഇതുപോലെ മോൾഡിറ്റ് ക്ലേ അതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗത്തേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത ശേഷം അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കഴുത്തിലേക്കായി ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ലേസ്, അതുപോലെ ചെറിയ മാലയുടെ പീസൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വേസ്റ്റായ മാലയുടെ ഒരു പീസൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ കൈകൾ ഞാൻ മോൾഡിറ്റ് ക്ലേ ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ച് ഇതുപോലെ ആക്കി കൊടുത്തു. മോൾഡിറ്റ് ക്ലേ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ജോയിൻ ചെയ്തത്. ഏകദേശ രൂപമായിട്ടുണ്ട്. ഇനി മുടിയിലേക്ക് ഒരു ഫാൻസി ഓർണമെൻറ്റും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തു. അതോടെ ഏതാണ്ട് ബ്രൈഡൽ ഡോൾ റെഡി ആയി കഴിഞ്ഞു.
കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കാം. കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ്.